യൂട്യൂബിൽ നിങ്ങൾ അറിയാത്ത ഒരു സെറ്റിംഗ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെഗ്മെന്റിനെ കുറിച്ചാണ്. അതിനായി ഞാൻ എന്റെ ഈ ഫോണിലെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പ്രൊഫൈൽ ഐക്കണിൽ ഞാനൊന്ന് ടാപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിവിടെ ഒരു സെറ്റിംഗ്സിന്റെ ഐക്കൺ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ആഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ വാച്ച് ചെയ്ത വീഡിയോകളാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് തൊട്ടടുത്തായി ലാസ്റ്റ് നമുക്ക് ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ആ സെറ്റിംഗ്സ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഫസ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഞാൻ ലൈക്ക് ചെയ്ത വീഡിയോകളാണ് കേട്ടോ. ഞാൻ ഒന്നും ഡിസ്ലൈക്ക് ചെയ്തിട്ടില്ല. ഇതുപോലെ ലൈക്ക് ചെയ്ത വീഡിയോകളാണ് ഇത് കാണുന്നത്. അതും ഡീറ്റെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്നാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കും. ഡീറ്റെയിലിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കും. അതുപോലെ നമുക്കിത് ഒരുപാട് ഹിസ്റ്ററി നമുക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ. രണ്ടാമത്തേത് എന്ന് പറയുക കമന്റ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്. കമന്റിൽ നമ്മൾ ലൈക്കും ഡിസ്ലൈക്കും ചെയ്ത വീഡിയോകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടോ. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും കമന്റ്സ് ആൻഡ് റിപ്ലൈസ്. കമന്റിന് റിപ്ലൈ കൊടുത്തതാണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ. അതിന് ശേഷം ലൈവ് ചാനൽ. നമ്മൾ ലൈവായിട്ട് വീഡിയോ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ലൈക്കും ഡിസ്ലൈക്കും കൊടുത്ത കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ലൈവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് മൊത്തം ലൈവ് വീഡിയോകളാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പലതും ഇതുവരെ കാണാൻ സാധിക്കും.